നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത മദ്യനയ കേസ്, കേജ്രിവാളിൻ്റെ വിചാരണയ്ക്ക് അനുമതി, വോട്ടിന് മുൻപേ കുരുക്കിട്ട് ED എന്നുള്ളതാണ് ആ തലക്കെട്ട്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനുമതി നൽകി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെയാണ് AAPയെയും കേജ്രിവാളിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ EDയുടെ നീക്കം. വിചാരണയ്ക്ക് അനുമതി നേടി ED ഈ മാസം 3-നാണ് അപേക്ഷ നൽകിയത്. എന്നാൽ ഈ വാർത്തയ്ക്ക് മറ്റ് പത്രങ്ങളിലൊന്നും ഇടം നൽകിയിട്ടില്ല. ഇതേ വാർത്തയിൽ മദ്യനയ കേസ് എന്ത് എന്ന ഒരു ചെറിയ വിവരണം കൂടി ആ വാർത്തയിൽ തന്നെ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഉള്ളത് നിക്ഷേപകൻ ജീവനൊടുക്കിയ സംഭവം, അന്വേഷണത്തിന് പ്രത്യേക സംഘം. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ജീവനൊടുക്കിയതിനെപ്പറ്റി അന്വേഷിക്കുവാൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കട്ടപ്പന ASPയുടെ മേൽനോട്ടത്തിൽ കട്ടപ്പന തങ്കമണി SHOമാരായ TC മുരുകൻ, MB AB എന്നിവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചെറുകിട വ്യാപാരികൾക്ക് ആശ്വാസം, വാടക നികുതി ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ്. കോമ്പോസിഷൻ സ്കീമിൽ നികുതി അടയ്ക്കുന്ന വ്യാപാരികളെ വാടക ഇനത്തിലുള്ള 18% നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചു. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തികളിൽ നിന്നും കെട്ടിട വാടകയ്ക്ക് എടുത്താൽ ബാധകമായിരുന്ന GST ആണ് ഒഴിവാക്കിയത്. കേരളത്തിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കം ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് പ്രായം മറന്നെന്ന തലക്കെട്ടോടുകൂടി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥൻ 101 വയസ്സുകാരനായ മംഗൾ സെയിൻ ഹന്തയെ കാണാനെത്തിയപ്പോൾ കുവൈറ്റിലെത്തുമ്പോൾ അവിടെ താമസിക്കുന്ന മുത്തച്ഛനെ സന്ദർശിക്കാമോ എന്ന് ഹന്തയുടെ കൊച്ചുമകൾ ശ്രേയ ജുനേജ സമൂഹ മാധ്യമത്തിലൂടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ആ വാർത്തയുടെ വിശദവിവരങ്ങൾ ഉൾപേജിൽ ആണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെത്തിയ വാർത്ത കേരള കൗമുദി അതിൻ്റെ ചിത്രം ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ എന്ന പോലെ ജന്മഭൂമിയിൽ കുവൈറ്റിൽ മോദിക്ക് വൻ വരവേൽപ്പ് എന്ന തലക്കെട്ടോടുകൂടി വലിയ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. കുവൈറ്റിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചിത്രം മാധ്യമത്തിൽ ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. ആദ്യ പേജിൽ ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. റേഷൻ പഞ്ചസാരയ്ക്ക് 6 രൂപ കൂട്ടി. സംസ്ഥാനത്ത് റേഷൻ പഞ്ചസാരയുടെ വില 6 രൂപ വർദ്ധിപ്പിച്ചു. 5.87 ലക്ഷം അന്ത്യോദയ അന്നയോജൻ എന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്ക് നൽകേണ്ട 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില 21 രൂപയിൽ നിന്ന് 27 രൂപയായി വർദ്ധിപ്പിക്കുവാനുള്ള ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത്. അതിൽ വിലവർധന ഉണ്ടാകുന്നു. ഹൃദയപൂർവ്വം രജത ജൂബിലി ജനുവരി 13-ന് കോട്ടയത്ത്. മലയാള മനോരമയുടെ മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷം ജനുവരി 13-ന് 3:30-ന് മാമൻ മാപ്പിള ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയിൽ ബലഹീനതയും ചോർച്ചയും ഉണ്ടായിട്ടുണ്ടെന്ന് MA ബേബി. CPM വെറുമൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി 2 പ്രധാന പേജുകൾ നൽകുന്നു. അതിൽ ആദ്യത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് കനൽ മേളം എന്ന തലക്കെട്ടോടുകൂടി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ സംഘടനയായ കനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഭാഷണം നടത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി വനിതാ ജീവനക്കാർ നടത്തിയ ചെണ്ടമേളത്തിനിടയിൽ താളം പിടിച്ചപ്പോൾ ആ ചിത്രം നൽകുന്നു. കനൽ മേളം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് സ്കൂൾ പരീക്ഷാ ചോദ്യക്കടലാസിന് പൂട്ട് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. ചോദ്യക്കടലാസ് ചോർച്ച വ്യാപകമായതോടെ സ്കൂൾ പരീക്ഷയ്ക്ക് ഡിജിറ്റൽ പൂട്ടിടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതിനായി ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റിംഗ് സിസ്റ്റം എന്ന പ്രത്യേക സോഫ്റ്റ്വെയർ തയ്യാറാക്കും എന്നുള്ളതാണ് വാർത്ത. ഡൽഹി മദ്യനയ കേസ്, കേജ്രിവാളിനെ കുറ്റവിചാരണ ചെയ്യാൻ അനുമതി എന്ന വാർത്തയ്ക്ക് മാതൃഭൂമി ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ 2ാമത്തെ പ്രധാനപ്പെട്ട പേജിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ സന്ദർശനം നടത്തിയ വാർത്തയ്ക്ക് ഇടം നൽകുന്നു. പഴയ വാഹനങ്ങൾക്ക് പുതിയ GST 18% എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. അതായത് വൈദ്യുത വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച വാഹനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇടപാടുകൾക്ക് മേൽ ചുമത്തുന്ന GST 12% നിന്ന് 18% എന്ന വാർത്തയാണത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് പലിശക്കാരെ പൂട്ടുമെന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. അനധികൃത വായ്പ വിതരണം തടയുന്നതിനായി കേന്ദ്രം പുതിയ നിയമം കൊണ്ടുവരുന്നു. അനധികൃത നിക്ഷേപം സ്വീകരിക്കുന്നതും കള്ളപ്പണ ഇടപാട് തടയാൻ പ്രത്യേക നിയമം നിലവിലുണ്ട്. സമാന മാതൃകയിൽ വായ്പാ വിതരണത്തിനും അംഗീകൃത രീതി നിർണ്ണയിക്കുന്നതുമാണ് നിയമം. MDയുടെ ആരോഗ്യനില നേരിയ പുരോഗതി എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി വാർത്ത നൽകുമ്പോൾ ദേശാഭിമാനി ആ വാർത്ത നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള കൗമുദിയും ആ വാർത്ത നൽകുന്നുണ്ട്. ജന്മഭൂമിയും ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു.
സാബുവിന് ഭീഷണി CPM പ്രതിരോധത്തിൽ നിന്ന് തലക്കെട്ടോടുകൂടി. കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമിയും നൽകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ലോകത്തുണ്ട് വലിയ കൂട്ടുകാർ എന്ന തലക്കെട്ടോടുകൂടി. പഴുതാന കൊട്ടിലിങ്ങൽ വിഷ്ണു ബൈക്ക് അപകടത്തിൽ വീണുപോയിട്ട് വർഷം 10 അന്നു മുതൽ കൂട്ടുകാരുടെ കരുതൽ ഈ കുടുംബത്തിന് തണലാകുന്നു. സൗഹൃദ കൂട്ടായ്മ 5000 രൂപ വീതം എല്ലാ മാസവും വിഷ്ണുവിനായി നൽകുന്നു. സഹോദരിയുടെ പഠനത്തിനുമായി സഹായം നൽകി. ഓണത്തിനും വിഷുവിനുമെല്ലാം പുതുവസ്ത്രങ്ങളും എത്തും. മറ്റുള്ളവരുടെ സഹായത്താൽ ഈ സൗഹൃദ കൂട്ടായ്മ സമ്മാനിച്ചു. ഫട്നാവിസിന് ആഭ്യന്തരം, ഷിൻഡെയ്ക്ക് നഗരവികസനം, മഹാരാഷ്ട്രയിൽ വകുപ്പ് വിഭജനമായി എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ലൈബ്രറി തുടങ്ങാൻ അനുമതി എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.